ഹലോ കൂട്ടുകാരെ, നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു റിവെഞ്ച് സിനിമയാണ്. 2009 പുറത്തിറങ്ങിയിട്ടുള്ള ദ ലാസ്റ്റ് ഹൗസ് ഓൺ ദി ലെഫ്റ്റ്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ക്രൂഗ് എന്ന് പറയുന്ന ഒരു നൊട്ടോറിയസ് കില്ലറെ ഒരു ജയിലിൽ നിന്നും മറ്റൊരു ജയിലിലേക്ക് കുറച്ച് പോലീസുകാർ ചേർന്നിട്ട് ഒരു കാറിൽ കൊണ്ടുപോവാണ്. പെട്ടെന്ന് ഇവരുടെ കാറിലേക്ക് ഒരു വലിയ ട്രക്ക് വന്ന് ഇടിക്കുന്നുണ്ട്. ഈ കില്ലറായിട്ടുള്ള ക്രൂഗിന്റെ അനിയനും അതുപോലെ തന്നെ അവന്റെ ഗേൾ ഫ്രണ്ടുമായിരുന്നു അത്. അനിയന്റെ പേര് ഫ്രാൻസിസ് എന്നും ഗേൾ ഫ്രണ്ടിന്റെ പേര് സാഡി എന്നുമാണ്. അങ്ങനെ ക്രൂഗും പിന്നെ അവന്റെ അനിയനും ആ ഒരു ഗേൾ ഫ്രണ്ടും കൂടി അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കഥാനായികയായിട്ടുള്ള മേരിയാണ്. അവളിപ്പോൾ സ്വിമ്മിംഗ് പ്രാക്ടീസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളുടെ അമ്മ തൊട്ടടുത്ത് തന്നെയുണ്ട്. അമ്മയുടെ പേര് എമ്മ എന്നാണ്. ഇവരെല്ലാവരും കൂടി ചേർന്ന് ഒരു വെക്കേഷന് വേണ്ടി പോകാനായിട്ട് നിൽക്കുകയാണ്. മോളെ പിക്ക് ചെയ്യാനായിട്ട് വന്നേക്കാണ് എമ്മ. ശേഷം ഇനി അച്ഛൻ്റെ അടുത്തേക്ക് പോകണം എന്ന് അവളുടെ അടുത്ത് പറയുകയാണ്. അച്ഛനാണെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറാണ്. ജോൺ എന്നാണ് പുള്ളിക്കാരൻ്റെ പേര്. പുള്ളിക്കാരൻ പേടിപ്പത് പണിയാണ്. അതൊക്കെ ഡ്യൂട്ടി ടൈമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഇപ്പോൾ വെക്കേഷന് വേണ്ടിയിട്ട് ഇവരുടെ പഴയ ഒരു വീട്ടിലേക്ക് പോവുകയാണ്. ഇവരിപ്പോൾ സിറ്റിയിലാണ് താമസിക്കുന്നത്. ആ ഒരു പഴയ വീട്ടിലല്ല. കാരണം മറ്റൊന്നുമല്ല, ഇവർക്കൊരു മകൻ കൂടി ഉണ്ടായിരുന്നു. ബെൻ എന്നായിരുന്നു അവൻ്റെ പേര്. അവൻ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവർക്ക് ആ ഒരു വീട്ടിൽ നിൽക്കാനായിട്ടുള്ള ഒരു താല്പര്യവും അതുപോലെ തന്നെ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ അവൻ്റെ ഓർമ്മകളൊക്കെ ഇവർ അലട്ടുന്നത് കൊണ്ട് അവൻ ആ വീട്ടിൽ നിൽക്കാറില്ല. ഈ വീടിന് ചുറ്റുമായിട്ട് ഒരു വലിയ ലേക്ക് ഉണ്ട്. അങ്ങനെ കുറച്ച് നേരത്തെ ഡ്രൈവിന് ശേഷം ഇവരെല്ലാവരും കൂടി ചേർന്ന് ഇപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. എമ്മയുടെ അടുത്ത് അപ്പോൾ നമ്മുടെ മേരി ചോദിക്കുന്നുണ്ട്, ഞാൻ ആ ഔട്ട് ഹൗസിൽ താമസിച്ചോട്ടെ എന്ന്. ഞാൻ അവിടെയുള്ള ഒരു കാര്യം കേടുവരുത്തില്ല എന്ന് പറഞ്ഞ ശേഷം അവൾ ആ ഒരു ഔട്ട് ഹൗസിലേക്ക് കയറി പോകുന്നുണ്ട്. ഇതേ സമയം മേരി ആണെന്നുണ്ടെങ്കിൽ ഔട്ട് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ആ ഒരു തടാകത്തിലേക്ക് പോവുകയാണ്. ശേഷം അവിടെ നിന്നും അവൾ ആ ഒരു സ്വിമ്മിങ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. ഒന്നും നോക്കാതെ അവൾ ആ ഒരു തടാകത്തിലേക്ക് എടുത്ത് ചാടുന്നുണ്ട്. ശേഷം അവൾ ഈ ഒരു സ്വിമ്മിങ്ങിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ എത്രത്തോളം കറക്റ്റാണ് അല്ലെങ്കിൽ എത്രത്തോളം വേഗതയിൽ താൻ നീന്തുന്നുണ്ടെന്നൊക്കെ നോക്കുന്നുണ്ട്. ശേഷം അവൾ തിരിച്ച് ആ ഒരു ഔട്ട് ഹൗസിലേക്ക് തന്നെ പോയിട്ട് ഒരു കുളിയൊക്കെ പാസ്സാക്കുകയാണ്. ചെറുപ്പം തൊട്ട് നമ്മുടെ മേരിയുടെ ഒരു ഫ്രണ്ടായിരുന്നു പേജ് എന്ന് പറയുന്ന പെൺകുട്ടി. അവൾ അടുത്ത ടൗണിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും ഇവൾ സമ്മതം ചോദിച്ചതിന് ശേഷം അവരുടെ കാറും എടുത്തുകൊണ്ട് ഇപ്പോൾ പേജിനെ കാണാനായിട്ട് നമ്മുടെ മേരി പോവാൻ നിൽക്കുകയാണ്. ആവശ്യത്തിനുള്ള പണവും പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരം ആവുന്നതിന് മുമ്പ് തന്നെ തിരിച്ചു വരണമെന്നും ഈ മാതാപിതാക്കൾ അവളുടെ അടുത്ത് പറയുന്നുണ്ട്. ശേഷം നമ്മുടെ മേരി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പേജിനെ കണ്ടുമുട്ടിയിട്ടുണ്ട്. അവളൊരു സൂപ്പർ മാർക്കറ്റിലാണ് ക്യാഷറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോഴാണ് ഇവർ രണ്ടുപേരും അവിടെ ഒരു പയ്യനെ പരിചയപ്പെടുന്നത്. ജസ്റ്റിൻ എന്നായിരുന്നു അവൻ്റെ പേര്. അവന് വയസ്സാവാത്തതുകൊണ്ട് തന്നെ സിഗരറ്റ് അവൻ ആവശ്യപ്പെട്ടപ്പോൾ പേജ് കൊടുത്തില്ല. പകരം അവനൊരു ഓഫർ നൽകുന്നുണ്ട്. ഇവർക്ക് ഡ്രഗ്സ് കൊടുക്കാന്ന് പറയുമ്പോൾ പേജ് അതിന് സമ്മതിക്കുകയാണ്. അങ്ങനെ ഇവർ മൂന്ന് പേരും കൂടി ചേർന്നിട്ട് ഒരു ഹോട്ടൽ റൂമിലേക്ക് പോവുകയാണ്. അവിടെയാണ് ഈ ഒരു പ്രീമിയം സ്റ്റഫും മറ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പയ്യൻ അവരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. 2 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് പേജ് ആ പയ്യൻ്റെ കൂടെ അകത്തേക്ക് പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ നമ്മുടെ മേരിയും അകത്തേക്ക് കയറി നോക്കുകയാണ്. അപ്പോഴാണെങ്കിൽ ഇവർ രണ്ടുപേരും ബെഡിലിരുന്നു കൊണ്ട് ഓരോ ഡ്രഗ്സും മറ്റൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 3 എണ്ണം കൂടി അടിച്ച് പൊളിച്ച് ആ ഒരു ഹോട്ടൽ റൂമിൽ ആഘോഷിക്കുമ്പോഴാണ് നമ്മുടെ മേരിയുടെ അച്ഛനും അമ്മയും ഫോണിൽ വിളിക്കുന്നത്. എന്നിട്ട് നീ വരാറായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനിന്ന് വരുന്നില്ല, ഞാൻ പേജിൻ്റെ വീട്ടിൽ തന്നെ ഇന്ന് നൈറ്റ് സ്റ്റേ ചെയ്യുകയാണെന്നാണ് അവൾ പറയുന്നത്. പെട്ടെന്ന് തന്നെ സിഗ്നലും കട്ടാവുന്നുണ്ട്. ഇവരാണെന്നുണ്ടെങ്കിൽ ആകെ പേടിച്ചിരിക്കുകയാണ് മോൾ ഒറ്റയ്ക്ക് വിട്ടതിന് ഓർത്തിട്ട്. ജസ്റ്റിനാണെന്നുണ്ടെങ്കിൽ ഒരു നാണം കുണുങ്ങി ടൈപ്പായിരുന്നു. അവൻ്റെ ഹെയർ സ്റ്റൈൽ ഒന്നും പോരാ, ഡ്രസ്സിങ് സെൻസ് ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ കൊണ്ട് ഇവർ ബലമായിട്ട് അവിടെ ഉണ്ടായിരുന്ന മറ്റ് ഡ്രസ്സുകളൊക്കെ അവൻ എങ്ങനെ ഉണ്ടാവും അറിയാൻ വേണ്ടിയിട്ട് അതൊക്കെ ചേഞ്ച് ചെയ്യിക്കുന്നു. അവന് മുടി മറ്റൊക്കെ ഈരിക്കൊടുക്കുന്നു. മൊത്തത്തിലൊരു മേക്ക് ഓവർ ഉണ്ടാക്കാനായിട്ട് ഈ രണ്ട് പെണ്ണുങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നാണ് അവിടുത്തെ വാതിലും തുറന്നുകൊണ്ട് കുറച്ച് പേര് അങ്ങോട്ടേക്ക് വരുന്നത്. അത് നമ്മുടെ ജസ്റ്റിൻ്റെ അച്ഛനായിട്ടുള്ള ക്രൂഗായിരുന്നു. അത് മറ്റാരുമല്ല, സിനിമയുടെ തുടക്കത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന അതേ നൊട്ടോറിയസ് കില്ലറും കൂട്ടരും. അവൻ്റെ അന്യനായിട്ടുള്ള ഫ്രാൻസിസും അതുപോലെ തന്നെ ആ ഒരു ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള സാഡിയും കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇവരങ്ങോട്ടേക്ക് കയറി വന്നപ്പോൾ തന്നെ നമ്മുടെ ജസ്റ്റിനെ വഴക്ക് പറയാനായിട്ട് തുടങ്ങി. ഈ രണ്ട് പെണ്ണുങ്ങളെ നീ എന്തിനും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം ഇതിപ്പോൾ നാട് മൊത്തം പാട്ടാണ്. ഈ ഒരു കില്ലർ പുറത്തുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു കില്ലർ പുറത്ത് ചാടിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പത്രത്തിലും എല്ലാത്തിലും വന്നിട്ടുണ്ട്. ഇനി ഇവരെ പുറത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ രണ്ടുപേരെയും അങ്ങ് തീർത്ത് കളയാമെന്നാണ് ക്രൂഗ് പറയുന്നത്. അങ്ങനെ ഈ രണ്ട് പെൺകുട്ടികളും ഇപ്പോൾ കേണപേക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ പുറത്തൊന്നും പോയിട്ട് പറയില്ല, നിങ്ങളെ കണ്ട കാര്യമോ ഒരു കാര്യം ഞങ്ങൾ വെളിപ്പെടുത്തില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇവരവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഈ വില്ലന്മാർ സമ്മതിക്കുന്നേ ഇല്ല. നമ്മുടെ പേജാണെന്നുണ്ടെങ്കിൽ ബാത്റൂം വഴി രക്ഷപ്പെടാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും അവളുടെ തലക്കടിച്ച് വീഴ്ത്തുന്നുണ്ട്. ഇവരുടെ രണ്ടുപേരുടെയും ഫോണുകൾ ഇവന്മാർ തല്ലി പൊട്ടിച്ചു കളഞ്ഞു. ശേഷം മേരിയുടെ തന്നെ കാറിലാണ് ഇവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരെങ്ങനെയെങ്കിലും ഈ ഒരു നാട് വിടാനാണ് ഉദ്ദേശം. അത് ആ ലേക്കിൻ്റെ വഴി ആ ഒരു മലനിരകൾക്കിടയിലൂടെ റോഡുണ്ട്.
അതിലൂടെ പോകാമെന്നാണ് ഇപ്പോൾ ക്രൂഗ് മറ്റുള്ളവരടുത്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പോകുന്ന വഴിയിലും ബാക്കിലിരിക്കുന്ന ഫ്രാൻസിസ് ആണെന്നുണ്ടെങ്കിൽ ഈ 2 പെൺകുട്ടികളെയും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൈവേയിലേക്കുള്ള വഴി ക്രൂഗിനും കൂട്ടർക്കും അറിയില്ലായിരുന്നു. അങ്ങനെ നമ്മുടെ മേരി ഇവർക്ക് വഴി പറഞ്ഞു കൊടുക്കുകയാണ്. അത് ഇവരുടെ ലേക്ക് ഹൗസിലേക്കുള്ള ആ ഒരു വഴിയായിരുന്നു. അത് ഈ പൊട്ടന്മാർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആ വഴി ഇവർ വണ്ടി തിരിച്ചപ്പോഴേക്കും നമ്മുടെ മേരി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വണ്ടിയിൽ നിന്ന് എടുത്ത് ചാടാനായിട്ട് നോക്കുകയാണ്. കാരണം ലേക്ക് ഹൗസ് തൊട്ടടുത്താണ്. അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവരുടെ അച്ഛനും അമ്മയും ഉണ്ടല്ലോ. പക്ഷേ ഇവരുടെ വണ്ടിയുടെ നിയന്ത്രണം തെറ്റിയിട്ട് ഇപ്പോൾ വണ്ടി അവിടെ ഉണ്ടായിരുന്ന ആ ഒരു പൈൻമരങ്ങൾക്കിടയിലേക്കൊക്കെ വഴുതി മാറിയിട്ട് ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ട് ഇടിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ ഈ വണ്ടി ഇനി ഒന്നിനും കൊള്ളില്ല, അമ്മാതിരിയായിട്ടുണ്ട്. അതിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രാൻസിസിൻ്റെ മൂക്കിന് നല്ല രീതിയിലുള്ള പരിക്കും പറ്റിയിട്ടുണ്ടായിരുന്നു. അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ പാടെ തന്നെ നമ്മുടെ മേരിക്കിട്ടിട്ട് നല്ല രീതിയിലുള്ള പണി കൊടുക്കുന്നുണ്ട്. നീ ഒറ്റൊരുത്തിയതിനെല്ലാം കാരണം എന്ന് പറഞ്ഞിട്ട് മേരിയെ പൊതിരെ തല്ലിക്കൊണ്ടിരിക്കുകയാണ് ഇവന്മാരെല്ലാവരും കൂടി ചേർന്നിട്ട്. ജസ്റ്റിന് നോക്കി നിൽക്കാനല്ലാതെ മറ്റൊന്നിനും കഴിയുന്നുണ്ടായിരുന്നില്ല. അവൻ കയറി ഇടപെടാൻ ശ്രമിക്കുമ്പോഴൊക്കെ ക്രൂഗ് അവനെ മാറ്റി നിർത്തുകയാണ്. തല്ലല്ലേ തല്ലല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മേരിയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ അടുത്ത് കേണപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ദുഷ്ടന്മാരാണെന്നുണ്ടെങ്കിൽ മേരിയെ വിടുന്ന ഒരു ലക്ഷണവുമില്ല. ഈ തക്കത്തിന് നമ്മുടെ പേജ് ആണെന്നുണ്ടെങ്കിൽ ഇവരിൽ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും നമ്മുടെ സാഡിയും ഫ്രാൻസിസും അവിടെ പിടിക്കാനായിട്ട് പിന്നാലെയും ഓടുകയാണ്. അങ്ങനെ പേജ് ഇപ്പോൾ ഓടി ഓടി ഒരു വലിയ ഗുഹയുടെ അടുത്ത് എത്തുന്നുണ്ട്. അവൾ അവിടെ ഒളിച്ചിരിക്കുന്നുണ്ട്. എന്തോ ഭാഗ്യത്തിന് സാഡിയും ഫ്രാൻസിസും അത് കണ്ടില്ല. തൊട്ടടുത്തായിട്ട് ഒരു ഫാക്ടറി ഉണ്ടായിരുന്നു. അവിടേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും രക്ഷയ്ക്കായി വിളിക്കാമെന്ന് വിചാരിച്ചിട്ട് പേജ് അങ്ങോട്ടേക്ക് ഓടി പോകുന്നുണ്ട്. പക്ഷേ സാഡിയും ഫ്രാൻസിസും വന്നിട്ട് അവളെ പിടികൂടുകയും അവളുടെ ഡ്രസ്സൊക്കെ കീറിക്കളഞ്ഞ് അവളുടെ കൈ മൊത്തം കെട്ടിയിട്ട് ഇവരുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. മേരി ആകെ തളർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്രൂഗ് വന്നിട്ട് പറയാണ്, നീ യഥാർത്ഥ ഒരു പുരുഷനാണ് തെളിയിക്കണമെന്ന് പറഞ്ഞിട്ട് സ്വന്തം മകനെ കൊണ്ട് മേരിയെ ശാരീരികമായിട്ട് ഉപയോഗിക്കാനായിട്ട് പറയാണ്. പക്ഷേ ജസ്റ്റിൻ അതിന് കൂട്ടാക്കുന്നില്ല. അപ്പോഴേക്കും ക്രൂഗിന് ദേഷ്യം വരികയാണ്. സാഡിയുടെയും ഫ്രാൻസിസിന്റെയും സഹായത്തോട് കൂടിയിട്ട് മേരിയെ ക്രൂഗ് ഇപ്പോൾ സ്വന്തം മകന്റെ മുമ്പിലിട്ട് ബലാത്സംഗം ചെയ്യുകയാണ്. മേരി ജസ്റ്റിന്റെ അടുത്ത് രക്ഷിക്കാനായിട്ട് പറയുന്നുണ്ടെങ്കിലും ജസ്റ്റിന് ഒന്നും തന്നെ ചെയ്യാനായിട്ട് പറ്റിയില്ല. അവനാകെ മരവിച്ച് എന്തോ ഒരു അവസ്ഥയിലെത്തിയിരുന്നു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മേരി അവളുടെ കയ്യിൽ കിട്ടിയ ഒരു കല്ലെടുത്തുകൊണ്ട് ക്രൂഗിന്റെ തലക്കടിച്ച് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. ആ ഒരു ലേക്കിലേക്കാണ് ഇപ്പോൾ അവൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ക്രൂഗും കൂട്ടരും ഇവളെ വിടുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. അവൾക്ക് നേരെ ഇപ്പോൾ വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ് ക്രൂഗ്. കുറേ എണ്ണം മിസ്സായി, പക്ഷേ ഒരെണ്ണം അവൾക്കിട്ട് കൊണ്ടു. അതോടുകൂടി ഇവർ സന്തോഷമായിട്ട് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് തൊട്ടടുത്തുള്ളൊരു വീട്ടിലേക്ക് പോവാണ്. അത് മേരിയുടെ തന്നെ വീടായിരുന്നു. അങ്ങനെ ഇവർ ചേറി ചെന്നപ്പോൾ തന്നെ നമ്മുടെ ഫ്രാൻസിസിൻ്റെ മൂക്കിലായിട്ട് നല്ല പരിക്കൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജോൺ ആണെന്നുണ്ടെങ്കിൽ ഡോക്ടർ ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും, അതായത് മുറിവും മറ്റുമൊക്കെ ഇപ്പോൾ സ്റ്റിച്ചിങ്ങും മറ്റുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഇവരുടെ കാറിന് ഒരു ആക്സിഡൻറ്റ് പറ്റി തിരിച്ചു പോകാനായിട്ട് പറ്റിയില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കയറി വന്നതെന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ ഫോൺ ഉണ്ടോ എന്നൊക്കെ ക്രൂഗും സംഘവും ഒക്കെ ചോദിക്കുന്നുണ്ട്. വളരെ മാന്യമായിട്ടുള്ള രീതിയിലാണ് ഇവരുടെ അടുത്ത് പെരുമാറുന്നത്. പക്ഷേ മേരിയുടെ അമ്മയായിട്ടുള്ള എമ്മയ്ക്ക് ചെറിയൊരു ഡൗട്ടൊക്കെ വരുന്നുണ്ട്. ക്രൂഗിനും കൂട്ടർക്കും ആ ഒരു വീട്ടിൽ നിന്ന് അന്നത്തെ ദിവസം തിരിച്ചു പോകാനായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇവർക്കാണെന്നുണ്ടെങ്കിൽ ഇവരെ പറഞ്ഞു വിടാനും പറ്റുന്നില്ല. ആർക്ക്? നമ്മുടെ ജോണിനും എമ്മയ്ക്കും. അങ്ങനെ ഇവർ അന്ന് രാത്രി ഇവിടെ തന്നെ തുടരാനായിട്ട് തീരുമാനിക്കുകയാണ്. എമ്മ നമ്മുടെ ജസ്റ്റിന് കുടിക്കാനായിട്ട് കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്ലാസ് അടുക്കളയിൽ വെക്കാനായിട്ട് അവൻ തിരികെ പോകുമ്പോൾ ഫ്രിഡ്ജിൻ്റെ മുകളിലായിട്ട് നമ്മുടെ മേരിയുടെ ഫോട്ടോ കാണുന്നുണ്ട്. അവൻ അപ്പം തന്നെ ആകെ അസ്വസ്ഥനായി പോവാണ്. എന്നിട്ട് അവൻ വീഴാൻ പോകുന്നുണ്ട്. അപ്പോഴേക്കും ഈ എമ്മ വന്നിട്ട് അവനെ പിടിക്കുന്നുണ്ട്. എന്താ മോനെ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവനൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് അവരുടെ അടുത്തേക്ക് പോവാണ്. പുറത്താണെന്നുണ്ടെങ്കിൽ നല്ല മഴ പെയ്യുന്നുണ്ട്. ആ വീടിനോട് ചേർന്നിട്ടുള്ള ഔട്ട് പോസ്റ്റിലാണ് ഇപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടുള്ള താമസ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. അവർക്കതൊക്കെ കാണിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ എമ്മ അവിടെ നടന്നു പോകുമ്പോഴാണ് മേരി ആ ഒരു ലേക്കിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് അവളുടെ വീട്ടിലേക്ക് എത്തുന്നതും കാണിക്കുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എമ്മയ്ക്കും അതുപോലെ തന്നെ ജോണിനും പുറത്തുനിന്നൊരു സൗണ്ട് കേൾക്കുകയാണ്. പോയി നോക്കുമ്പോൾ ഒരു ചെയർ താനെ കിടന്നിങ്ങനെ ഇളകുന്നത്. നോക്കിയപ്പോൾ അതിനടുത്തായിട്ട് തന്നെ അവരുടെ മകള് ചോരയിൽ കുളിച്ച് കിടക്കുന്നതും കാണുന്നുണ്ട്. ഇവരങ്ങനെ അവളെ എടുത്തുകൊണ്ട് വീടിനകത്തേക്ക് കൊണ്ടുവരികയാണ്. ഫസ്റ്റ് എയ്ഡ് മറ്റൊക്കെ എടുക്കാനായിട്ട് ഇപ്പോൾ എമ്മ അടുക്കളയിലേക്ക് പോയിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മുടെ ജോൺ അവളെ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ അവനൊരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ തൻ്റെ മകളെ ആരോ മാനഭംഗം പെടുത്തിയ കാര്യം അവൻ അറിയുന്നത്. അവന് ദേഷ്യം പിടിച്ചു. നേരത്തെ ജസ്റ്റിനെ അടുക്കളയിൽ കൊണ്ടുവന്ന ആ ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നില്ലേ, അതിന് ചുറ്റുമായിട്ട് മേരിയുടെ മാലിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കാര്യം ഏകദേശം പിടികിട്ടിട്ടുണ്ട് നമ്മുടെ എമ്മയ്ക്ക്. പക്ഷെ അവളതൊന്നും ഇപ്പോൾ തന്നെ തുറന്നു പറയുന്നില്ല. എങ്ങനെയെങ്കിലും മകളെ രക്ഷിക്കണം എന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണ് അവൾ. ഏറെ ബുദ്ധിമുട്ടിയാണെന്നുണ്ടെങ്കിലും ജോൺ തൻ്റെ ഭാര്യയുടെ അടുത്ത് പറഞ്ഞു, നമ്മുടെ മകളെ ആരോ മാനഭംഗപ്പെടുത്തിയിട്ടുണ്ടെന്ന്. എമ്മയാണെന്നുണ്ടെങ്കിൽ അടുക്കളയിൽ നിന്ന് ഇവളുടെ ഈ മാല കിട്ടിയ കാര്യം പറയുന്നുണ്ട്. ആ ഒരു പയ്യൻ അവിടെ കൊണ്ടുവച്ചതാണ്. ആ പയ്യൻ്റെ മുഖത്ത് എന്തൊക്കെയോ ഒരു വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു പറയുന്നുണ്ട്. അപ്പോൾ ജോൺ പറയുന്നുണ്ട്, നമ്മൾ എന്തിനു വേണ്ടി തയ്യാറായിരിക്കണം.
അവരത്രയ്ക്ക് ദുഷ്ടന്മാരാണ്. ഇതേ സമയം ക്രൂഗ് കിടന്നുറങ്ങുമ്പോൾ അവൻ്റെ മകനായിട്ടുള്ള നമ്മുടെ ജസ്റ്റിൻ ആ ഒരു തോക്കെടുക്കാനായിട്ട് നോക്കുന്നുണ്ട്. എമ്മ അടുക്കളയിൽ നിന്ന് ആയുധങ്ങളും മറ്റൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഫ്രാൻസിസ് വരുന്നത്. ഈ വില്ലന്മാർക്ക് ആർക്കും തന്നെ മേരി ഇവരുടെ മകളാണെന്ന് അറിയില്ല. മേരിയുടെ ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിമിലുണ്ട്. അപ്പോൾ അത് കാണാതിരിക്കാനായിട്ട് ഇപ്പോൾ എമ്മയാണെന്നുണ്ടെങ്കിൽ ഇവനോട് നല്ല രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അവനെ സെഡ്യൂസ് ചെയ്യുന്ന രീതിയിലൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയം ജോൺ ആണെന്നുണ്ടെങ്കിൽ ബോട്ട് അന്വേഷിച്ച് പോയേക്കാണ്. ഇവരുടെ ആ ഒരു ഗ്യാരേജിൽ ഒരു ബോട്ട് കിടപ്പുണ്ടായിരുന്നു. അതുവഴി രക്ഷപ്പെടാനായിട്ടാണ് ഇവരുടെ പ്ലാന്. ഇതേസമയം അടുക്കളയിലാണെന്നുണ്ടെങ്കിൽ എമ്മ പരമാവധി ആ ഒരു ഫ്രിഡ്ജിൻ്റെ അടുത്തേക്ക് ഫ്രാൻസിസ് പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഫ്രാൻസിസ് തിരിഞ്ഞു നിന്നപ്പോൾ ഉടൻ തന്നെ എമ്മ ഒരു കുപ്പി എടുത്തിട്ട് അവനെ ആക്രമിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ജോണും അങ്ങോട്ടേക്ക് വന്നു. അവരുടെ മകളെ മാനഭംഗപ്പെടുത്തിയ അച്ഛനും അമ്മയും ഈ ഫ്രാൻസിസിനെ അപ്പം തന്നെ ഇല്ലാതാക്കി. എന്നിട്ട് ക്രൂഗിനെയും മറ്റുള്ളവരെയും തീർക്കാനായിട്ട് ഇപ്പോൾ ജോണും എമ്മയും കൂടി ചേർന്ന് ആ ഒരു ഔട്ട് ഹൗസിലേക്ക് പോവുകയാണ്. അവിടേക്ക് ചെന്നപ്പോൾ തന്നെ നമ്മുടെ ജസ്റ്റിനാണെന്നുണ്ടെങ്കിൽ ആ തോക്ക് ഇവർക്ക് നേരെ നീട്ടുകയാണ്. അതായത് ഇവനും ജസ്റ്റിനും ഇപ്പോൾ ഇവരുടെ സൈഡാണ്. ഇത്രയും ക്രൂരമായിട്ടുള്ള പ്രവൃത്തി ചെയ്ത അച്ഛനായാൽ പോലും വെറുതെ വിടാൻ പാടില്ല എന്നാണ് അവൻ പറയുന്നത്. ഇതേ സമയം എമ്മ നമ്മുടെ മേരീനെയും കൂട്ടിയിട്ട് ആ ഒരു ബോട്ടിലേക്ക് പോയിരിക്കുന്നുണ്ട്. ഈ തക്കത്തിന് നമ്മുടെ ജോണാണെന്നുണ്ടെങ്കിൽ ക്രൂഗിനെ തീർക്കാനായിട്ട് വന്നിരിക്കുകയാണ്. പക്ഷേ ക്രൂഗ് ബുദ്ധിമാനായിരുന്നു. പല സൗണ്ടുകളും മറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ജോണിനെ ഇപ്പോൾ പിന്തിരിപ്പിക്കാനും അതുപോലെ തന്നെ വഴിതെറ്റിക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ജോണാണെന്നുണ്ടെങ്കിൽ അവനെ കണ്ടുപിടിക്കുന്നുണ്ട്. പിന്നെ അവർ തമ്മിൽ നല്ലൊരു ഫൈറ്റ് നടക്കുകയും അതിനുശേഷം നമ്മുടെ ജോണിന് നല്ല രീതിയിലുള്ള പരിക്ക് പറ്റുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ജസ്റ്റിൻ വന്നിട്ട് ഈ ഒരു അച്ഛനായിട്ടുള്ള ക്രൂഗിന് നേരെ തോക്ക് ചൂണ്ടി നിൽക്കുകയാണ്. എടാ, ഞാൻ നിൻ്റെ അച്ഛനാണ് എന്നൊക്കെ പറഞ്ഞെങ്കിൽ ജസ്റ്റിൻ അവൻ്റെ അച്ഛൻ്റെ കൂടെ നിൽക്കുന്നില്ല. പക്ഷേ ഈ ക്രൂഗാണെന്നുണ്ടെങ്കിൽ സ്വന്തം മകനാണെന്ന് പോലും നോക്കാതെ അവനെയും ഉപദ്രവിക്കുക. അപ്പോഴേക്കും എമ്മ അങ്ങോട്ടേക്ക് വന്നിട്ട് ക്രൂഗിൻ്റെ തലക്കിട്ടൊരു പണി കൊടുക്കുകയാണ്. എന്നിട്ട് ഇവർ 4 പേരും കൂടി ചേർന്ന് ആ ഒരു ബോട്ടിൽ ടൗണിലേക്ക് പോവാണ്. ഇവരുടെ കൂട്ടത്തിൽ ജസ്റ്റിനും ഉണ്ടായിരുന്നു. ക്രൂഗിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന സാഡി എന്ന് പറയുന്ന ആ ഒരു പെണ്ണുണ്ടായിരുന്നല്ലോ, അതിനെ നമ്മുടെ എമ്മ തീർത്തിട്ടുണ്ടായിരുന്നു. ശേഷം കാണിക്കുന്നത് ആ ഒരു വീട് തന്നെയാണ്. അവിടെ ഇപ്പോൾ ജോൺ ഉണ്ട്. ജോൺ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെയിൻ വില്ലനായിട്ടുള്ള ക്രൂഗിനെ മൊത്തത്തിൽ തീർത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവൻ്റെ തല ഇപ്പോൾ ഒരു മൈക്രോ ഓവനിലേക്ക് വെച്ചിട്ട് ആ ഓവൻ ചൂടാക്കുകയാണ്. ശേഷം നമ്മുടെ പണി സിനിമയ്ക്കില്ല അതിലെ പോലെ തന്നെ പൊട്ടിത്തെറിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു സീനിലാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ സെക്കൻഡറി ചാനൽ ലിങ്ക് ഇതേ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ ഈ ഒരു ചാനലിന് ഇപ്പോൾ ഏകദേശം ഒരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി 2 സ്ട്രൈക്കും കൂടി കിട്ടിയാൽ എന്തായാലും ചാനൽ പോകും. അപ്പോൾ ആ ഒരു ചാനലിലായിരിക്കും ഇനി വീഡിയോസും കാര്യങ്ങളൊക്കെ വരാനായിട്ട് പോകുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. നിങ്ങളിപ്പോൾ തന്നെ ആ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സോംബി സീരീസ് ആയിരുന്നു ന്യൂട്ടോപ്പിയ എന്ന് പറയുന്നത്. അതിനാണ് സ്ട്രൈക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ആ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചേക്കുക. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കാം. ടാറ്റ, ബൈ ബൈ.